നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മോൺസൺ മാവുങ്കലിനെതിരായ വഞ്ചന കേസിൽ കെ സുധാകരനെതിരെ തെളിവുണ്ട് എന്നാണ് പരാതിക്കാരൻ ആവർത്തിച്ച് പറയുന്നത്. സുധാകരൻ ഇടനിലക്കാരനായിരുന്നു എന്നാണ് ആരോപണം. എന്നാൽ പരാതിക്കാരുടെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശത്രു ഉണ്ടെന്നാണ് കെ സുധാകരൻ പറയുന്നത്. പണം വാങ്ങിയെന്ന് തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കാം എന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. പിണറായി വിജയന് കാലം കരുതി വച്ചിട്ടുണ്ട് എന്നും കെ സുധാകരൻ. കേസിൽ കെ സുധാകരൻ കുടുങ്ങുമോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദിയിൽ ഇന്നത്തെ ആദ്യത്തെ കോളർ മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, എന്തു തോന്നുന്നു? ഇത് KPCC അധ്യക്ഷനെ കൊടുക്കാനുള്ളൊരു നീക്കമാണോ അതോ അദ്ദേഹത്തിനെതിരെ തെളിവുണ്ടാകുമോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അതിൽ സന്തോഷം തോന്നുന്നു. അദ്ദേഹത്തിനെതിരെ തെളിവില്ല ഒരാളിപ്പോ ചാനലിലൂടെ പറഞ്ഞു, പല കാര്യങ്ങളും അയാൾ പറഞ്ഞു, ചാനലിലൂടെ പറഞ്ഞു. അല്ല, അതിൽ സന്തോഷം തോന്നിയത് എന്താ? ശ്രീ മുഹമ്മദ് ഇവര് അതിന്റെ ഇടയിൽ കൂടി ഒരു ചാനലിലൂടെ ഒരു വർത്തമാനം പറഞ്ഞു. ആ മുഖ്യമന്ത്രിനെ കുറച്ച് പറഞ്ഞു അതിന്റെ ഇടയിൽ കൂടി അയാള്. അതിന്റെ ആവശ്യം എന്താണ്? ആ മുഖ്യമന്ത്രിയെ കെ സുധാകരൻ വിമർശിച്ചതാണ് ശ്രീ മുഹമ്മദിനെ വിഷമിപ്പിച്ചത് അല്ലേ? പിന്നെ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ കാര്യം ഇന്നത്തെ മലയാളിയുടെ കണി കണ്ടുണരുന്ന പത്രത്തിൽ വെണ്ടക്ക അച്ചടത്തിൽ നിർത്തിയത് വലിയ സന്തോഷമുണ്ട്. പ്രതിപക്ഷത്തിന്റെ ശ്രീ മുഹമ്മദിന് വലിയ സന്തോഷമുള്ള സന്തോഷമുണ്ട്. പിന്നെ ഇവര് പറഞ്ഞ നാറി പൊളിച്ച വരണം എന്ന് പറഞ്ഞു നമ്മളെ വേണുഗോപാലും. പിന്നെ മുഖ്യമന്ത്രിനെ പറ്റി അയാള് പറഞ്ഞു. പിന്നെ സമീർ ജലീൽ അത് പറഞ്ഞു. പിന്നെ ഇവർക്ക് ഇപ്പൊ കഷ്ടകാലാണ്. അപ്പുണ്ടായതാണ് ഇതൊക്കെ പാടാൻ മേലെ. അപ്പോ ഈ എന്നാൾ വരെ ഇളനീം പോയപ്പോ കുടിച്ചു, ഒരു വഴി കടഞ്ഞ് ഇളനീം കുടിച്ചു. ആ ആള് പറഞ്ഞു പിന്നെ നമ്മളെ ആ ചെറിയ ഹെൽത്ത് മന്ത്രിനെ പിന്നെ ഗ്ലിസറിൻ വാരി തേച്ചതാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുതിരായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അപ്പൊ ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ അവനാൻ അനുഭവിച്ചല്ലോ. ഞാൻ മുഹമ്മദിനെ വിഷമിപ്പിച്ചു, അതുകൊണ്ട് ഇവർ അനുഭവിക്കട്ടെ എന്നാണ് അങ്ങ് പറയുന്നത്. ഏതായാലും മോളുടെ ഒരു പിടിപാടുണ്ട്, അതുകൊണ്ട് കേസൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചേ. വളരെ നന്ദി ശ്രീ മുഹമ്മദ് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. രവീന്ദ്രൻ ആലത്തൂരിൽ നിന്നല്ലേ വിളിക്കുന്നത്? അതെ, ആലത്തൂർ. എന്ത് തോന്നുന്നു ഈ കേസുകൾ ഒക്കെ കേട്ടിട്ട്? ഇത് ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണോ അതോ കെ സുധാകരൻ കുടുങ്ങും എന്നാണോ ധരിക്കേണ്ടത്? അതെ, ഈ രാഷ്ട്രീയക്കാരൻ തമ്മിൽ കൊഞ്ഞനം കുത്തിയും തമ്മിൽ പ്രതികാരം തീർക്കാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ വലിയ പോലീസ് മേധാവിയൊക്കെ വലിയ വടിയൊക്കെ പിടിച്ച കസേരയിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കേസൊക്കെ തള്ളിയെന്നാണ് ഇപ്പൊ കേട്ടത്. അങ്ങനെ കോടതിയിൽ കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടോ അവര്. അപ്പൊ ആ കണക്കിന് സുധാകരനെ മാത്രം എന്തിനു ഉപദ്രവിക്കുന്നു ചെറിയൊരു സംശയമുണ്ട്. അപ്പൊ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു പകപോക്കലുണ്ട്, ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോ ഉണ്ട്. പിന്നെ ഇനിയിപ്പോ ഏത് രാഷ്ട്രീയക്കാരായാലും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് എങ്കിൽ ഇവരൊക്കെ അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്, അനുഭവിക്കുക തന്നെ വേണം. കാരണം ഓരോ രാഷ്ട്രീയക്കാരും നിയമത്തിന് അതീതരായിട്ട് മുന്നോട്ട് പോകരുത്. മുന്നോട്ട് പോയാൽ കേരളത്തിന് അത് ഇനിയുള്ള കാലം അത്ര നല്ല കാര്യങ്ങളാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വളരെ നന്ദി ശ്രീ രവീന്ദ്രൻ അവിടെ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. വൈക്കത്ത് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. മനു എന്നല്ലേ പേര് പറഞ്ഞത്? അതെ. മനുവിന് എന്ത് തോന്നുന്നു? ഈ തട്ടിപ്പിൽ ഇടനിലക്കാരനായിരിക്കുമോ KPCC അധ്യക്ഷൻ? സാറേ, അത് ഇതൊരു രാഷ്ട്രീയ പകപോക്കലായിട്ടൊന്നും എടുക്കേണ്ട കാര്യങ്ങളില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്രതിപക്ഷം എന്തോരം LDFിലെ ആളുകളെ പറ്റിയും ഒക്കെ അവര് പല ഇതിൽ ഇടപെട്ടെന്നും മോഷണം നടത്തിയെന്നൊക്കെ അവര് പറയുന്നുണ്ട്. അപ്പം അവര് പറയുന്ന പോലെ തന്നെ തിരിച്ചു ഇവർ ഇങ്ങനെ കരുതി വെച്ചാൽ മതി. കാരണം ഈ പുള്ളിക്ക് അതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ പുള്ളി കേസ് നടത്തിയത് തെളിയിക്കട്ടെ. രാഷ്ട്രീയ പകപോട്ടക്കളായിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ മനു. വൈക്കത്തുനിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. തൃശ്ശൂരിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ.
ഈ പുരാവസ്തു തട്ടിപ്പിന് പുറകെയാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസൊക്കെ പൊന്തി വന്നത്. അപ്പോൾ എന്തു തോന്നുന്നു ശ്രീ സുരേന്ദ്രൻ, ഇതിൽ KPCC അധ്യക്ഷന് ഉള്ള കുരുക്ക് മുറുക്കുകയാണോ സർക്കാർ, അതോ അദ്ദേഹം അത് രക്ഷപ്പെടുമോ? അല്ല, നമസ്കാരം സാറേ. ഇതിലിപ്പോ കേസെടുത്തേണ്ടത് സുധാകരന്റെ പേരിൽ മാത്രമല്ല, ഒരു പരാതിക്കാരുണ്ട്. ആ പരാതിക്കാരൻ പറഞ്ഞ ആളുകളുടെ മുഴുവൻ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഒരാളുടെ എടുക്കാത്ത എനിക്ക് തോന്നുന്നത് DGP ലോക്നാഥ് ബെഹ്റയുടെ പേരിലാണ്. ലോക്നാഥ് ബെഹ്റ അവിടെ സന്ദർശിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയണേ. പക്ഷെ ശ്രീ സുധാകരൻ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. 4-5 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ന്യായവാദം പറയുന്നു, അദ്ദേഹം പറയുന്നു ഞാൻ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് പോയിരുന്നു. പക്ഷെ ഈ പൈസ നഷ്ടപ്പെട്ട വ്യക്തി പറയുന്നു അദ്ദേഹം 5-6 തവണ അദ്ദേഹത്തെ കണ്ടതായും മറ്റു മൊഴികളും കാര്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുധാകരനെ അല്ലാണ്ട് ഇപ്പോ ഈ കേസിൽ അവനെ പിടിക്കണം എന്ന് വെച്ചിട്ട് ചെയ്തിട്ടല്ല. ഞാൻ വിചാരിച്ചു ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് അറിയാം. പിന്നെ ഇപ്പൊ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഒരു കേസുകൾ എടുത്തു നോക്കിയാ സോളാർ കേസിലാണെങ്കിൽ മലയാളി ശ്രീധരൻ നായരുടെ പൈസ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞു. ഇതേമാതിരി തന്നെ PT തോമസ് മറ്റേ ഒരു ഭൂമി കച്ചവടത്തില് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പൈസ കൊടുത്തതെന്ന് പറഞ്ഞു. ഇതേമാതിരി തന്നെയാണ് ഇവിടെ ഒരു ആരോപണമാണ് ഇദ്ദേഹത്തിന് നേരെയും വന്നിട്ടുള്ളത്. ഏതായാലും അപ്പൊ അത് അദ്ദേഹം തെളിയിക്കട്ടെ. വളരെ നന്ദി ശ്രീ സുരേന്ദ്രൻ, തൃശ്ശൂരിൽ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന് മറ്റൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് കൊണ്ടാണ്. പീതാംബരൻ എന്നൊരു പ്രേക്ഷകൻ കൊച്ചിയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ പീതാംബരന് എന്ത് തോന്നുന്നു ഈ കഥകളൊക്കെ കേട്ടിട്ട്? കഥകള് കേട്ടിട്ട് ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് സ്വയമേ തന്നെ സുധാകരൻ ഒരു വക്രബുദ്ധിക്കാരനാണ്. കണ്ടാൽ തന്നെ അറിയാം. രണ്ടാമത് അവിടെ പോയത് പറയുന്നത് ശരിയാണോ? ഒരാൾ കണ്ടാൽ ഒരു അത് അറിയാൻ പറ്റും. ഒരാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ ഒരാൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ലവനാണ് എന്ന് പറയുന്നു, വേറൊരാളെ കണ്ടാൽ മോശമാണെന്ന് പറയുന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം താങ്കൾക്ക്. ഇത് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമക്കളെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സുകാരി ഒരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വിളിപ്പിച്ചാൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ചെന്ന് പറഞ്ഞിട്ട് പോലെ എന്താ പ്രശ്നമുള്ളത്? അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആളെ കണ്ടാൽ കള്ളനാണെന്നൊക്കെ തിരിച്ചറിയുന്നത് അങ്ങനെ അറിയാൻ പറ്റും. കാരണം ഇത്രയും കാലം എന്താണ് അതിന്റെ ഒരു തന്ത്രം? ഞാനും ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. എന്താ തടി കൂടിയ ആളുകളായതുകൊണ്ടാണോ അല്ലെങ്കിൽ മെലിഞ്ഞ ആളുകളാണോ കള്ളന്മാർ? എങ്ങനെയാണ് താങ്കൾ അത് കണ്ടെത്തുന്നത്? തടി കൂടിയ അയാളുടെ സംസാരത്തിൽ അതായത് ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ പിണറായിനെ കുറിച്ച് എന്തെല്ലാമാണ് അയാളുടെ കുടുംബത്തെ പറ്റി പറഞ്ഞു, പഠിച്ചിരിക്കുമ്പോഴുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നു, എല്ലാം പറയുന്നു. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല, പക്ഷെ അങ്ങോരുടെ ആ വർത്തമാനം ശരിക്കൊരു ഒരു വല്ലാത്തൊരു ഒരു പ്രകൃതമാണ്. ഒരു വക്രബുദ്ധിക്കാരൻ. ഞാൻ മനസ്സിലാക്കുന്നത് പ്രതികരണത്തിൽ ആസ്പദമാണ്. ഞാൻ വിചാരിച്ച ആളെ കണ്ടാൽ തെറ്റുകാരനാണെന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല എന്നുള്ളതാണ്. ഏതായാലും പ്രതികരണത്തിൽ നിന്നാണ് അങ്ങേക്ക് മനസ്സിലായത് ഇദ്ദേഹം ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്ന്. ഏതായാലും അത് ഉണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കാം. വളരെ നന്ദി ഈ അഭിപ്രായം പങ്കുവച്ചതിന്. സജി എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നു മൂവാറ്റുപുഴയിൽ നിന്ന്. സജി, പറയൂ, എന്ത് തോന്നുന്നു സജിക്ക്? സജി ഈ പുരാവസ്തുവിലൊക്കെ താല്പര്യമുള്ള ആളാണോ? താല്പര്യമുള്ള ആളാണ്. പുരാവസ്തുവിൽ താല്പര്യമുള്ള ആളാണ്. വീട്ടിൽ പുരാവസ്തു സംഗതികളൊക്കെ വല്ലതും ഉണ്ടോ? പുരാവസ്തു ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഇത് LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ BJPയിലേക്ക് സുധാകരൻ ഒരു പാലമിട്ട് ഇത് മനുഷ്യരെ പൊട്ടനാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് എന്റെ കാഴ്ചപ്പാടിൽ തോന്നുന്നത്. അതെങ്ങനെയത്? അതെന്താ സംഭവിച്ചത്? സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരൻ ഓൾറെഡി BJP ആയിട്ട് ചെറിയ പാലമിട്ട് ഇത് സർക്കാർ LDF സർക്കാരിന്റെ കുറ്റം പറഞ്ഞ് BJPനെ സഹായിക്കാനുള്ള ഒരു സംഭവമായിട്ടാണ് എന്റെ കാഴ്ചപ്പാടിൽ തോന്നുന്നത്. അപ്പൊ ഈ കേസിൽ എന്ത് സംഭവിക്കും? പുള്ളി കുടുങ്ങോ? കുടുങ്ങാൻ സാധ്യതയുണ്ട്. അതെയോ? ഏതായാലും വളരെ നന്ദി സജി, മൂവാറ്റുപുഴയിൽ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. റഷീദ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് വാഴൂരിൽ നിന്ന്. റഷീദ്, ഇതെന്താണ് ഈ കേസ്? ഇതുവരെ കേട്ടിട്ട് കുറെ കാലമായി നമ്മളിപ്പോൾ ഈ പുരാവസ്തു തട്ടിപ്പ് കേസും അതിനെ തുടർന്നുള്ള സാമ്പത്തിക ഇടപാട് കേസിനെ സംബന്ധിച്ചുമൊക്കെ കേൾക്കുന്നു. ഇത് കുറെ കാലമായിട്ടുള്ളതാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ സുധാകരനെതിരെ കേസെടുത്തത് എന്തിന്റെ ഒരു സൂചനയായിട്ടാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതൊക്കെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടായിട്ടാണ് സാറേ എനിക്ക് തോന്നുന്നത്. കാരണം മുമ്പും ഇതുപോലുള്ള പല കേസുകളും രാഷ്ട്രീയ പോരായ്മകൾ കൊണ്ടും രാഷ്ട്രീയ പ്രതിയോഗികൾ കൊണ്ടും രാഷ്ട്രീയ ഇതുകൊണ്ടും കേരളത്തിലെ സമുന്നതരായ നല്ല ജനങ്ങളെ ഒരുമാതിരി വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള കളിയാണ് ഭരണപക്ഷവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് സ്വർണ്ണക്കടത്ത് കേസുണ്ടായി, മറ്റ് കേസുകളുണ്ടായി. ഇപ്പം പിന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴില് പിന്നെ സർട്ടിഫിക്കറ്റ് കേസുകളുണ്ടായി എന്ന് പറഞ്ഞ പോലെ ഓരോ ദിവസവും ഓരോ കേസുകൾ വന്ന് കേരളത്തിലെ ജനങ്ങളെ വെറും വിഡ്ഢികളാക്കുകയും ഇതിൽ നിന്നെല്ലാം എല്ലാരും മുതലെടുക്കുകയും ഇവരൊക്കെ ഒരു പിന്നെ കേസ് പിന്നെ കോടതി അല്ല നിയമം അല്ല നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറി ഇതിനെയൊക്കെ വെറും
ഒരു എന്താ പറയുന്നത് ഒരു വല്ലാത്ത ഒരു പരിഹസിക്കുകയാണ് വല്ലാത്ത ഒരു പരിഹസിക്കുന്ന രീതിയിൽ. അതായത് ഭരണപക്ഷമാണെങ്കിൽ അവർക്ക് അധികാരം ഉള്ളതിന്റെ പേരിൽ അവർ പല തോന്നിവാസങ്ങൾ കാണിക്കുന്നു, പലതും കാണിക്കുന്നു. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി വിളിക്കുന്നുണ്ട്. റഷീദ്, താങ്കളുടെ അഭിപ്രായത്തിന് വളരെ നന്ദി. രാജൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. രാജൻ എന്ത് തോന്നുന്നു? ഈ പുരാവസ്തു കേസ് കുറേ കാലമായി നമ്മുടെ നാട്ടിൽ ഉണ്ട്. 2021 സെപ്റ്റംബറിലാണ് ഈ സംഭവത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ കെ സുധാകരനെതിരെ കേസെടുത്തത് എന്തുകൊണ്ടായിരിക്കും? 100% തെളിവ് കിട്ടിയതുകൊണ്ടാണ് സാർ. കാരണം വെച്ചാല് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പേ മനോരമയും സുധാകരനും പറയാ ഞങ്ങൾ പുള്ളി നല്ലവനും നീതിവാനുമാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഈ പൈസ കൊടുത്ത ആള് പറയുന്നു ഞാൻ 25 ലക്ഷം രൂപ കൊടുത്തു, അതിന്റെ അത് 10 ലക്ഷം രൂപ പുള്ളി വാങ്ങിച്ചോണ്ട് പോയെന്നാ പറയുന്നത്. 100% ഷൂറോട് കൂടിയാ പറയുന്നത്. അല്ലാതെ വെറുതെ ഈ പറയുന്ന കൊടുത്ത ആളിന് അറിയാമല്ലോ, കൊടുത്ത ആൾ അടുത്ത് നിൽപ്പുണ്ട്. എന്നിട്ട് വേറെ മറ്റുള്ള ആൾക്കാരുടെയും പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പി എ ഇടപെട്ടിട്ടുണ്ട്, മറ്റുള്ളവർ ഇടപെട്ടിട്ടുണ്ട്, എല്ലാവരുടെയും പേര് പറയുന്നുണ്ട്. അല്ലാതെ ശ്രീ രാജൻ, ഈ 2021 ഈ സംഗതിയൊക്കെ പുറത്തു വന്നതാണ്. ഇത്രയും കാലം നമ്മൾ വൈകിയോ? പോലീസ് എന്താ പറ്റിയത്? ക്രൈംബ്രാഞ്ച് അത് സാറേ അത് 2 വർഷം അന്വേഷിക്കണ്ട. അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ വേണ്ടായോ? ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും കൊടുത്ത ആളുടെ വിശ്വാസ്യത എല്ലാം നോക്കണ്ടേ? അല്ലാതെ ഇപ്പൊ അങ്ങോട്ട് സ്വിച്ച് നിൽക്കുന്നോണൊക്കെ ഓടിച്ചെന്നിട്ട് അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ ഞാൻ ഈ വിഷയമല്ലാത്തൊരു കാര്യം പറയാം. 2 കോടി രൂപയാണ് വി.ഡി. സതീശൻ പുറത്തുനിന്ന് പിരിച്ചത്. 8 വീടാ ഉണ്ടാക്കി കൊടുത്തത്. 30 ലക്ഷം രൂപ പിടിച്ചു. ബാക്കി 1,80 ലക്ഷം രൂപ പുള്ളി വെട്ടിച്ചതാണ്. എന്നിട്ട് പറയാം പുള്ളി നല്ലവനാണ് നാട് മുഴുവൻ പറഞ്ഞു നടക്കുക. അത് പുനർജനി പദ്ധതി, മറ്റൊരു പുനർജനി പദ്ധതിയാണ്. ഏതായാലും അദ്ദേഹം അത് വെറുതെ ഒന്നും അല്ല. ഈ 1 കോടി രൂപ ശിവശങ്കർ പിന്നെ പുറത്ത് അറബി കൊണ്ട് കൊടുത്ത, അല്ലാതെ ഈ കേരളത്തിലെ ജനങ്ങളുടെ പിന്നെ നികുതിപ്പണമല്ല. എന്നിട്ട് അയാളെ പിടിച്ച് പിന്നെ അവിടെ ഇട്ടേക്കുന്നു, ഇവിടെ ജയിലിലിട്ടേക്കുന്നു. ഏതായാലും വളരെ നന്ദി ശ്രീ രാജൻ. മറ്റൊരു പ്രേക്ഷകൻ വിളിക്കുന്നതുകൊണ്ടാണ്. പ്രേമൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ പ്രേമൻ, ചെന്നൈയിൽ നിന്നാണോ വിളിക്കുന്നത്? അബുദാബിയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. അൻവർ, അതെ. അൻവർ, ഈ കേരളത്തിൽ നടക്കുന്ന ഈ കഥകളൊക്കെ അവിടെ ഇരുന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടോ? എന്താണ് ഈ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും സുധാകരൻ ഈ കേസിൽ, മോൻസൺ മാവുങ്കൽ കേസിൽ തുടക്കം മുതലേ ഒരു ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നത്. പുള്ളി തുടക്കത്തിൽ പറഞ്ഞത് ഈ കേസിലെ പുള്ളി മോൻസൺ മാവുങ്കലിനെതിരെ കേസ് കൊടുക്കും, പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ പുള്ളിയുടെ വാർത്താ സമ്മേളനത്തിൽ പുള്ളി പറഞ്ഞത് എന്താണ്? അപ്പൊ പുള്ളി ഇതിനകത്ത് മലക്കം അറിയാണ്. അപ്പൊ പുള്ളിക്ക് ഇതിനകത്ത് എന്തോ വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ പരാതി ഉന്നയിക്കുന്നവർ പറയുന്നത് അവർക്ക് വ്യക്തമായ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഇവരെ ഹാജരാക്കിയിട്ടാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. അതൊരു ഗുരുക്കാകുമെന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇതിപ്പോ ഇവര് പരാതിക്കാർ പറയുന്നത് ഈ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നല്ല വീഴ്ചയുണ്ടായാലും ഇവരത് ആൾറെഡി കോടതിയിൽ ഹൈക്കോടതിയിലാണ് CBIക്ക് കേസ് വിടണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയിട്ടുണ്ട് ഇവര്. അപ്പോ ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ ഒരു മെല്ലെപ്പോക്ക് തുടരുകയാണെങ്കിൽ അവരത് CBIക്ക് വിടാൻ സാധ്യത കാണുന്നില്ല. അപ്പോൾ കേസ് കൂടുതൽ രൂക്ഷമാണെന്നാണ് കാണുന്നത്. ഏതായാലും അവിടെ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന് വളരെ നന്ദി. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകും. പിന്നീടും പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് വരാം. പൊതുവേദി തുടരുന്നു. മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ കുടുങ്ങുമോ എന്നായിരുന്നു പൊതുവേദി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അബുദാബിയിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുഹമ്മദ് കുഞ്ഞി. ശ്രീ മുഹമ്മദ് കുഞ്ഞി, ഈ ഇവിടുത്തെ ഈ കാര്യങ്ങൾ ശ്രീ മുഹമ്മദ് കുഞ്ഞിയെ അവിടെ ഇരുന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഈ സാമ്പത്തിക തട്ടിപ്പും പുരാവസ്തു തട്ടിപ്പ് കേസുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഇപ്പം വിളിക്കുന്ന അബുദാബിയിൽ നിന്നാണെങ്കിലും കാസർഗോഡ് ജില്ലയിൽ പനത്തടി ഗ്രാമപഞ്ചായത്തിലാണ്. ശരി. ഓക്കെ, കാസർഗോഡ് ജില്ലക്കാരനാണ്. പറയൂ. എന്ത് തോന്നുന്നു? കെ സുധാകരൻ കുടുങ്ങുമെന്നാണോ തോന്നേണ്ടത്? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPMന്റെ ചില ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് KPCC പ്രസിഡന്റ് കെ സുധാകരനെ മനഃപൂർവ്വം കള്ളക്കേസിൽ കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്താ തോന്നാൻ കാരണം ശ്രീ മുഹമ്മദ് കുഞ്ഞിക്ക്? കെ സുധാകരനെ കുറെ കാലങ്ങളായിട്ട് ഇവര് കുറെ കാലങ്ങളായിട്ട് ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുകയാണ്. കാരണം സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇവർ കുറെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വന്നതോടുകൂടി CPMന്റെ ഈ ഭരണപക്ഷത്തിന്റെ സമനില തന്നെ തെറ്റിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള ഒരു വേട്ടയാടലാണെന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ?
രാഷ്ട്രീയ പകപോക്കലാണ്. ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഇവരെ രാഷ്ട്രീയ പകപോക്കൽ കണ്ട് വിരണ്ടോടുന്ന ഒരു നേതാവല്ല കെ.എസ്. സുധാകരൻ. കെ സുധാകരനെ അറിയാമോ? ഇത്രയും വളരെ ആർജവത്തോടു കൂടി പറയുന്നുകൊണ്ട് ചോദിക്കുകയാണ്, അദ്ദേഹത്തെ അടുത്ത് പരിചയമുണ്ടോ? തീർച്ചയായും സുധാകരനുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. കെ സുധാകരനുമായിട്ട് എനിക്ക് അടുത്ത നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ മേഖലയിലേക്ക് എത്താൻ തന്നെ കാണുന്ന വെച്ചാൽ CPM-ന്റെ കണ്ണൂരിന്റെ കോട്ടയിൽ നിന്ന് CPM-ന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റുവാങ്ങിയ ഒരു നേതാവാണ്. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിന് തുടർ നടപടികൾ ഉണ്ടാകും. നമുക്ക് അപ്പോൾ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാം. മുഹമ്മദ് കുഞ്ഞി, വളരെ നന്ദി അബുദാബിയിൽ നിന്ന് വിളിക്കുകയും താങ്കളുടെ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ചെന്നൈയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ശ്രീ പ്രേമൻ. ഹലോ, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? എന്താണ് ചെന്നൈയിലെ മലയാളികളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ? KPCC അധ്യക്ഷൻ കേസിൽ പ്രതിയായ കാര്യം എല്ലാരും ചർച്ച ചെയ്യും. പൊതുവിൽ മലയാളികൾ എവിടെയുണ്ട് അവിടെ എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയായിരുന്നു. കണ്ണൂരിൽ ഇപ്പൊ സുധാകരന്റെ സാമ്പത്തിക സ്രോതസ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാല് നടാലില് 4 കോടി രൂപേന്റെ ഒരു മണിമാളിക കെട്ടിക്കൊടുത്ത സുധാകരൻ, അതുപോലെ കരുണാകരൻ ട്രസ്റ്റിന്റെ പേരിൽ കോടികൾ വിദേശത്തടക്കം പിരിച്ചെടുത്തിട്ട് അതിന്റെ പണത്തിന്റെ കണക്ക് ചോദിച്ചതിനാണ് മമ്പളം ദിവാകരൻ, കോൺഗ്രസിന്റെ KPCC മെമ്പറായിട്ടുള്ള മമ്പളം ദിവാകരനെ അടക്കം പാർട്ടിയിൽ നിന്ന് പുറത്തള്ളിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സാമ്പത്തിക സ്രോതസ് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സുധാകരൻ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ കൊടുത്താൽ കൊല്ലത്തിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിണറായി വിജയനെ വേട്ടയാടി അവസാനം സുധാകരൻ കുടുങ്ങാൻ വേണ്ടി പോവുകയാണ്. ഏതായാലും വളരെ നന്ദി, താങ്കൾ ചെന്നൈയിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ജയരാജൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീ ജയരാജൻ, ഹലോ, എന്ത് തോന്നുന്നു? സുധാകരന്റെ എതിരെ കേസ് വന്നത് തികച്ചും സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ഒരു നീതിയുടെ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുരാവസ്തുക്കളാണെന്ന് ഉള്ള വ്യാജേന ഇവിടെ ഏതൊക്കെ പ്രവാചകന്റെ രോമം കാണിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തുന്നുണ്ട്. അതിനെതിരെയൊന്നും കേസില്ല. അല്ലെങ്കിൽ ഏതൊക്കെ പത്രങ്ങള് പുണ്യ വസ്തുക്കളാണെന്ന് കാണിച്ചുകൊണ്ട് പണം പിരിക്കുന്നതിന് കേസില്ല. ഈ മോൻസൺ മാവുങ്കല് കുറച്ച് അതേ കുറ്റമാണ് മോൻസൺ മാവുങ്കൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരാൾക്ക് എതിരെ മാത്രം കേസ് വരികയും കുറെ ആൾക്കാരെ ഒഴിവാക്കുകയും ചെയ്യുന്നതിനകത്തൊരു ഇരട്ട രീതി ഉള്ളതുപോലെ തോന്നുന്നു. ഏതായാലും വളരെ നന്ദി ജയരാജൻ, കൊല്ലത്ത് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ദുബായിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, അബ്ദുൾ റഹ്മാൻ. അബ്ദുൾ റഹ്മാൻ, ഹലോ. എന്ത് തോന്നുന്നു? അബ്ദുൾ റഹ്മാൻ നാട്ടിൽ എവിടെയാണ്? കാസർഗോഡ് ജില്ലക്കാരനാണോ? ഞാൻ കാസർഗോഡുകാരനാണ്. കാസർഗോഡ് തന്നെ നശിപ്പിക്കാനായിട്ടാണ് സുധാകരൻ അവിടെ MLA ആകാൻ മത്സരിക്കാൻ പോയത്. അവിടുത്തെ നല്ലവരായ നാട്ടുകാരെ ഓടിച്ച മാതിരിയാണ് പരാജയപ്പെടുത്താൻ അവിടുന്ന് ഓടിച്ചിട്ടുള്ളത്. അത് മുഹമ്മദ് കുഞ്ഞിക്ക് അറിയായിട്ടാ. കാരണം ലീഗിന്റെ ആവശ്യമില്ലാത്ത വേണ്ടാത്തരത്തിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു നേതാവാണ് കണ്ണൂരിലെ. കാരണം ലീഗിന് വേണ്ടിയിട്ട് ഗുണ്ടകൾ ഇറക്കി കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്ന ഒരു നേതാവായതുകൊണ്ടാണ് ഒരു ലീഗുകാരനായ മുഹമ്മദ് കുഞ്ഞിക്ക് ഇത്രയും വിഷമം വരാൻ. അബ്ദുൾ റഹ്മാൻ ശ്രീ മുഹമ്മദ് കുഞ്ഞി അറിയാമെന്ന് തോന്നുന്നു അല്ലേ? ലീഗുകാരനാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിഷമങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു പേഴ്സന്റെ ആ വിഷമം സുധാകരന് വേണ്ടിയിട്ടുള്ള വിഷമത്തിൽ മനസ്സിലാക്കി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഹലോ കട്ടിയല്ലേ, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കേസ് സുധാകരന്റേത് തുടക്കം മുതലേ നിങ്ങൾ ന്യൂസ് 18 ആദ്യമായിട്ടൊരു നന്ദി പറയുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തുടക്കം മുതൽ തന്നെ ഈ കേസ് അന്വേഷിച്ച് ശരിക്കും ഇതായതാണ്. സുധാകരൻ ഇന്ന് അകത്ത് കിടക്കേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം ഇതൊരു CPM-കാരനായിരുന്നെങ്കിൽ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഇത് ഏറ്റെടുത്തിട്ടുണ്ടാവും, അകത്താക്കിയിട്ടുണ്ടാവും. പക്ഷെ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കേസെടുക്കേണ്ടത് പോലീസല്ലേ? മാധ്യമങ്ങൾ അല്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എവിടെന്നെങ്കിലും ചെറിയൊരു സൂചിയുമായിട്ടാണ് CPM-ന്റെ നേരങ്ങള് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്നത്. ഈ സത്യമായി നടന്ന ഈ കുറ്റങ്ങളെ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം നമുക്ക് സമയക്കുറവ് കൊണ്ടാണ് ശ്രീ അബ്ദുൾ റഹ്മാൻ ഇതിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. പൊതുവേദി ഇന്ന് ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.